വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച പരാതിയിൽ പാലക്കാട് മണ്ണാർക്കാട്ട് സിപിഎം പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. നാട്ടുകാൽ കൊടക്കാട് ബ്രാഞ്ച് സെക്രട്ടറി വിജേഷിനെ നാട്ടുകൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വയനാട്ടിൽ പീഡന ശ്രമം നടത്തിയെന്ന വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് സിപിഎം അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സമർപ്പിച്ചു. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് CR കറക്കനാണ് പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചത്. ഭർത്താവ് വിദേശത്തുള്ള 2 കുട്ടികളുടെ മാതാവായ യുവതിയെ സിപിഎം തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ സജിമോൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് കാണിച്ച് യുവതിയുടെ അമ്മ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസ് സജിമോനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ജോലി വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നും പിന്നീട് ഗർഭിണിയായപ്പോൾ ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നും യുവതിയുടെ അമ്മ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് കിർമാണി മനോജ് സ്വന്തമാക്കിയത് തന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് വടകര സ്വദേശി രംഗത്തെത്തിയിരിക്കുന്നത്. ബഹ്റിനിൽ ജോലി ചെയ്യുന്ന യുവാവാണ് പരാതിയുമായി വടകര ഡിവൈഎസ്പിയെ സമീപിച്ചത്. കഴിഞ്ഞ 1.5 മാസക്കാലം പരാതിയുമായി പാർട്ടി നേതാക്കളെ പരാതിക്കാരെ സമീപിച്ചെങ്കിലും ഡിവൈഎഫ്ഐ നേതാവ് ജീവൻലാലിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. തുടർന്നാണ് പരാതിക്കാരി പോലീസിനെ സമീപിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് ചേർത്ത് ജീവൻലാലിനെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലത്ത് സിപിഎം പഞ്ചായത്ത് അംഗവും സംഘവും ഗർഭിണിയായ യുവതിയെ നടു റോഡിൽ ചവിട്ടി വീഴ്ത്തി. നീണ്ടകര പഞ്ചായത്ത് അംഗം അന്റോണിയോ വില്യംസാണ് മദ്യലഹരിയിൽ അഴിഞ്ഞാടിയത്. കാറിനുള്ളിൽ നിന്ന് വലിച്ചുകെട്ട് വയറ്റിൽ ചവിട്ടുകയായിരുന്നുവെന്ന് ആക്രമണത്തിനിരയായ യുവതി മനോരമ ന്യൂസിനോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുള്ളിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസുകാരെ അസഭ്യം പറയുകയും ചെയ്ത സിപിഎം നേതാവിനെ ഏറെ പാടുപെട്ടാണ് പോലീസ് സെല്ലിനുള്ളിലാക്കിയത്. ഒരു മാസം ഗർഭിണിയായ യുവതിയെ കാറിൽ നിന്ന് വലിച്ചിറക്കി വയറ്റിൽ ചവിട്ടി വീഴ്ത്തിയതിന്റെ ബാക്കി ദൃശ്യമാണ് സിപിഎം നേതാവ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കാട്ടിയത്. എറണാകുളം വടക്കേക്കരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ ചിറ്റാറ്റുകര വില്ലേജ് കമ്മിറ്റി അംഗം ഷെറിൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. 1 വർഷമായി പീഡനം തുടരുകയായിരുന്നുവെന്ന് വടക്കേക്കര പോലീസ് പറഞ്ഞു. അതേസമയം കേസ് ഒതുക്കി തീർക്കാൻ പാർട്ടി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 14-കാരിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കൂട്ടുകാരും ഒന്നിച്ച് പീഡിപ്പിച്ച കേസിലാണ് വടക്കേക്കര സ്വദേശിയായ ഡിവൈഎഫ്ഐ നേതാവ് ബേബി എന്ന് വിളിക്കുന്ന ഷെറിൻ കുമാർ, ആൽബിൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അജയ് ജോയ്, സരൺജിത്ത്, ഏഴിക്കര സ്വദേശി റോഹിത് എന്നിവർ അറസ്റ്റിലായത്. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതിയുടെ പരാതിയെ തുടർന്ന് പ്രതിരോധത്തിലായ ഷൊർണൂർ MLA PK ശശി പാർട്ടിയിലെ സെപ്റ്റംബർ 1 മലപ്പുറത്ത് സഹോദരി ബലാത്സംഗം ചെയ്ത സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കേസ്. സെപ്റ്റംബർ 3 MLA PK ശശിയുടെ പീഡന വിവരം പുറത്ത്. സെപ്റ്റംബർ 5-ാം തീയതി MLA ഹോസ്റ്റലിൽ തിരിഞ്ഞാലക്കുഴയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പീഡനം പുറത്ത്. 7-ാം തീയതി കണ്ണൂർ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിടിച്ച കേസും അതിനോട് ചേർന്നുള്ള അനുബന്ധ കേസും കാര്യങ്ങളും. സെപ്റ്റംബർ 9-ാം തീയതി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച കേസ്. സെപ്റ്റംബർ 11 വീട് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റായ സഖാവ് പീഡിപ്പിച്ച പരാതി പുറത്ത്. സെപ്റ്റംബർ 15 പന്തളത്ത് ഗൾഫുകാരന്റെ ഭാര്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇറക്കിക്കൊണ്ടുവന്ന കേസ്. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. സെപ്റ്റംബർ 17 വിവാഹാഭ്യർത്ഥന നിരസിച്ച ഡിവൈഎഫ്ഐ പ്രസിഡന്റ് പരസ്യമായി പിന്തുണച്ച വെള്ളറടയിലെ സഖാവിന്റെ ഡിവൈഎഫ്ഐ നേതാവിന്റെ കേസ് പുറത്ത്. സെപ്റ്റംബർ 19 വീട്ടമ്മയെ പീഡിപ്പിച്ച കൌൺസിലർക്കെതിരെ പരാതി. 21 വീട്ടമ്മയുടെ പെൺകുട്ടിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ്. 23 ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുങ്ങിയ സഖാവ് മലയാളമുള്ള ചക്കരക്കുളം വാട്സ്ആപ്പ് വന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 25 വീട്ടമ്മയെ പീഡിപ്പിച്ച തച്ചനാട്ടുകാരെ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവില്. 27 സ്കൂൾ വിദ്യാർത്ഥി പീഡിപ്പിച്ച കേസിൽ വിആർപുരം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ് പുറത്ത്. 29 13-കാരനെ പ്രതിപക്ഷ പീഡനത്തിന് ഇരയാക്കിയത് മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതാവ് ബാലസംഘം ജില്ലാ കൺവീനറായ ഫറൂഖിനെതിരെ കേസ്. ഒക്ടോബർ മാസം ഈ മാസം 1-ാം തീയതി പാർട്ടി അനുഭാവിയായി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ മണ്ണാർക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ഒക്ടോബർ 3-ാം തീയതി 13-കാരിയെ പീഡിപ്പിച്ച വെഞ്ഞാറമ്മൂട് CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അറസ്റ്റിൽ ഇപ്പോൾ റിമാൻഡിലാണ്. അത് കഴിഞ്ഞ് 5-ന് തൃത്താരയിൽ KSU നേതാക്കളിൽ നിന്ന് അധ്യാപികയെ പിടിക്കാൻ ശ്രമിച്ചെന്നുള്ള കേസ്. ഏറ്റവും അവസാനം ഇതാ മുകേഷിന്റെ കേസ്.